ഇത് നഗരി, ആന്ധ്രാപ്രദേശിൻ്റെ അതിർത്തി ഗ്രാമം. നഗരിയിലൂടെ തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയുടെ വടക്ക് ആന്ധ്രയുടെ അതിർത്തിയിലുള്ള ഒരു ക്ഷേത്രത്തിലേക്ക്. നമസ്കാരം ഭക്തജനങ്ങളെ, ടെമ്പിൾ വോയേജിലേക്ക് ഏവർക്കും സ്വാഗതം. നഗരിയിലൂടെ മാത്രമേ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കൂ. ചെന്നൈയിൽ നിന്നും തിരുപ്പതിയിൽ പോകുന്ന ദേശീയപാത 716 തിരുത്തണി കഴിഞ്ഞ് 18 കിലോമീറ്റർ സഞ്ചരിച്ച് നഗരി എന്ന ഗ്രാമത്തിലൂടെ നെടിയം എന്ന തമിഴ്നാട്ടിലെ ഗ്രാമത്തിലേക്ക്. നഗരിയിൽ നിന്നും നെടിയത്തിലേക്ക് 12 കിലോമീറ്റർ, ചെങ്കൽവരായ സ്വാമി ക്ഷേത്രം എന്ന മുരുകൻ ക്ഷേത്രത്തിലേക്ക്. നഗരി ഒരു ചെറിയ ഗ്രാമമാണെങ്കിലും അവിടെയുള്ള പ്രധാന റോഡുകളെല്ലാം ദേശീയപാതയുടെ നിലവാരമുള്ളവയാണ്. ഒരു അപവാദം എന്ന് പറയാൻ, നമ്മൾ കടന്നു വന്ന ആദ്യം കണ്ട ലെവൽ ക്രോസ് ഉള്ള ഭാഗം മാത്രം കഷ്ടിച്ചൊരു വാഹനത്തിന് കടന്നു പോകാം. ആന്ധ്രാപ്രദേശിലെ നഗരിയിലൂടെ നമ്മൾ തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിലുള്ള നെടിയം എന്ന ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇവിടെ വെച്ചാണ്. ബോർഡിൽ നെടിയം എന്ന് തമിഴിൽ എഴുതിയിരിക്കുന്നതൊന്ന് ശ്രദ്ധിച്ചോളൂ. നെടിയം എന്ന ഗ്രാമത്തിൽ കണ്ട ഒരു കാഴ്ച, പ്രായാധിക്യമുള്ള ഒരു ആൽമര മുത്തച്ഛൻ. ചെങ്കൽവരായ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഈ ആർച്ചിലൂടെ വേണം പോകാൻ. 7 കിലോമീറ്റർ ദൂരെയുള്ള പള്ളിപ്പെട്ട് എന്ന ഗ്രാമത്തിലേക്കുള്ള വഴിയിൽ നിന്നും ഇവിടെ തിരിയുന്നു. പ്രധാന വഴിയിൽ നിന്നും ആർച്ചിലൂടെ കടന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരം നമ്മൾ വന്നിരിക്കുന്നു. മറ്റൊരു മനോഹരമായ പ്രവേശന കവാടം കാണുന്നു. ഇതുവഴിയായിരിക്കും ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. ഇത് വെറും ഒരു പ്രവേശന കവാടം അല്ല, വിശാലമായ ഒരു മണ്ഡപം എന്ന് പറയാം, അത്രയും വലുത്. മണ്ഡപത്തിൻ്റെ ഒത്ത നടുവിൽ ഭഗവാൻ മുരുകൻ്റെ ആയുധമായ വേൽ സ്ഥാപിച്ചിരിക്കുന്നു. ദർശനത്തിന് വന്നവർ ആരോ പൂവും വെച്ച് ഭസ്മക്കുറിയും ചാർത്തിയിരിക്കുന്നു. ഇവിടെ നിന്നും പടികൾ കയറി തുടങ്ങിയാൽ 600ഓളം പടികൾ കയറി വേണം ക്ഷേത്രത്തിലെത്താനെന്ന് അറിയുന്നു. ഇവിടെയും ധാരാളം വാനരന്മാരുണ്ട്. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്നായിരിക്കും. കുറേ വാനരന്മാർ എന്നെ അനുഗമിച്ചിരുന്നു. ഒരു കമ്പ് ഞാൻ കയ്യിലെടുത്തു. പേടികൊണ്ടാണ്, എൻ്റെ മൊബൈൽ തട്ടിക്കൊണ്ട് പോയാലോ. എന്തായാലും എല്ലാ വാനരന്മാരും ഓടിക്കളഞ്ഞു. ഗ്രാനൈറ്റ് പടികൾ അനിൽകുമാർ മദനപ്പള്ളി സ്പോൺസർ ചെയ്തത്. പടികൾ ഓരോന്നും സ്പോൺസർ ചെയ്തവരുടെ പേരുകൾ ഇവിടെ കാണാം. പടികൾ കയറുന്നത് ഇവിടെ അവസാനിക്കുന്നു. ഇനി സിമൻറ്റ് വഴികളാണ് കാണുന്നത്. അപ്പോൾ 600 പടികൾ എന്ന് പറഞ്ഞതിനെ സാധൂകരിക്കാൻ സാധിക്കില്ല. തീർന്നില്ല, ഇനിയും പടികൾ കയറാനുണ്ട്. ഇവിടെ മുതൽ വീണ്ടും പടികളാണ്. പടികൾ അവസാനിച്ച് കാട്ടുവഴിയിലൂടെ ദൂരെ മലമുകളിൽ ക്ഷേത്രം കാണാം.
ക്ഷേത്രക്കുളമാണോ എന്നറിയില്ല. കുളത്തിൽ പുല്ല് വളർന്നു നിൽക്കുന്നതിനാൽ എത്ര താഴ്ചയുണ്ടെന്നും അറിയാൻ വഴിയില്ല. ഇനി പടികളില്ലാത്ത ഒരു പാറയുടെ ചരിവിലൂടെ. ഗ്രിപ്പില്ലാത്ത പാറ, സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ അപകടം ഉറപ്പ്. ഈ മലമുകളിലെ രണ്ടാമത്തെ കുളം. ഇതിലേതാണ് ക്ഷേത്രക്കുളം എന്നറിയില്ല. മലമുകളിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതാണോ? അറിയാൻ ചോദിക്കാൻ ആരുമില്ലാത്ത സ്ഥലം. ഇതിലേതോ ഒരു കുളത്തിൽ നിന്നുമുള്ള നീലോത്ഫല പൂക്കൾ എന്ന നീലത്താമരയാണ് ദേവേന്ദ്രൻ ഭഗവാൻ മുരുകനെ പൂജിക്കാൻ ഉപയോഗിച്ചത്. ക്ഷേത്രത്തിലേക്ക് പ്രത്യേക നടപ്പാതയോ പടികളോ ഇല്ല. മുമ്പിൽ കാണുന്നത് വഴി എന്ന് വിചാരിച്ച് നടന്നു കയറുക. ക്ഷേത്രത്തിനടുത്തേക്ക് എത്തുമ്പോൾ വെയിലിൻ്റെ ചൂട് അസഹനീയം. ഇപ്പോൾ സമയം 4:51 PM. 5 മണിക്ക് നട തുറക്കുമെന്നാണ് അറിയുന്നത്. സൂര്യകിരണങ്ങൾ ക്യാമറയെ കാഴ്ചകളിൽ നിന്നും ഭാഗികമായി മറയ്ക്കുന്നു. ഏറ്റവും താഴെ നിന്നും 17 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. ഐതിഹ്യം അനുസരിച്ച് തിരുത്തണിയിൽ പോകുന്ന വഴിയിൽ ഭഗവാൻ മുരുകൻ വിശ്രമിച്ച സ്ഥലം. ദേവരാജാവായ ഇന്ദ്രൻ നീലോത്ഫല പൂക്കൾ എന്ന നീലത്താമര പൂക്കൾ കൊണ്ട് മുരുകനെ പൂജിച്ച സ്ഥലം. അതുകൊണ്ട് തന്നെ ഇവിടുത്തുകാർ തിരുത്തണി മുരുകൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് മുമ്പ് ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ക്ഷേത്രമുറ്റത്ത് 2 മഞ്ഞപ്പൂവിൻ്റെ അരളിച്ചെടികളല്ലാതെ മറ്റു യാതൊരു വൃക്ഷങ്ങളും അല്പം തണൽ ലഭിക്കുന്നത് പോലെ ഇവിടെ ഇല്ല. ഞാൻ വന്നതല്പം നേരത്തെയായി എന്ന് തോന്നുന്നു. ആരെങ്കിലും ഇവിടെ വരണമെന്നാഗ്രഹിച്ചാൽ വൈകുന്നേരം 5:30 മണിക്ക് ശേഷം മാത്രം എത്തിച്ചേരുക. വെയിലിൽ നിന്ന് രക്ഷപ്പെടാം. ചെമ്പ് തകിടിൽ പൊതിഞ്ഞ ക്ഷേത്രക്കൊടിമരം. സുന്ദരമായ ഒരു മുരുകൻ ക്ഷേത്രം. പ്രൗഢി വിളിച്ചോതുന്ന നിർമ്മിതികൾ. വള്ളി ദേവസേന സമേതനായ മുരുകൻ പ്രതിഷ്ഠ. നിത്യപൂജയുള്ള ക്ഷേത്രം. വിശേഷ ദിവസങ്ങളിൽ മാത്രം ധാരാളം ഭക്തജനങ്ങൾ 2 സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നു. വരുമാനക്കുറവുകൊണ്ടായിരിക്കാം പരിപാലനക്കുറവ് പ്രത്യക്ഷത്തിൽ പ്രതിഫലിക്കുന്ന അവസ്ഥ. 4 തലമുറയായി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുടുംബത്തിലെ ഒരു യുവാവ് മാത്രം ഇവിടെ മലമുകളിൽ വെയിലില്ലാത്ത ഭാഗത്ത് ചുറ്റും നോക്കി കാറ്റും കൊണ്ടിരിപ്പുണ്ട്. എന്നെ കണ്ടപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പൂട്ടിയിരുന്ന വാതിൽ തുറന്നു തന്നു. 2500-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ക്ഷേത്ര സംബന്ധമായ ഐതിഹ്യങ്ങൾ അതിലും പഴക്കമുള്ളതാണ്. പഴമയെ തെളിയിക്കുന്ന വിധത്തിലുള്ള കൊത്തുപണികളൊന്നും തന്നെ ഇവിടെ കാണാൻ സാധിച്ചില്ല. താരകാസുര നിഗ്രഹത്തിന് ശേഷം കോപത്തോടെ തിരുത്തണിയിലേക്ക് പോകുന്ന വഴിയിൽ ഭഗവാൻ മുരുകൻ വിശ്രമിച്ച സ്ഥലം എന്നതിനേക്കാൾ ഉപരി ഇന്ദ്രപൂജ സ്വീകരിച്ച ശേഷം ഐരാവതം എന്ന ദേവേന്ദ്രൻ്റെ സർവസ്വവും ആയിരുന്ന ആനയെ ഭഗവാൻ മുരുകന് സമ്മാനമായി നൽകിയ സ്ഥലം. ദേവസേനയെ വിവാഹം കഴിക്കുന്നതിന് ലഭിച്ച ശ്രീധനം. ക്ഷേത്രത്തിന് പുറകിൽ മലമുകളിൽ നിന്നുമുള്ള ചുറ്റുപാടുകളുടെ കാഴ്ച. ജനവാസം കുറവാണെങ്കിലും നെൽവയലുകളും തെങ്ങിൻ തോപ്പുകളും നിറഞ്ഞ സ്ഥലം. നെടിയം എന്ന ഗ്രാമം ഒരു സുന്ദരി തന്നെ. ഡ്രോൺ ക്യാമറ അല്ല, എൻ്റെ മൊബൈലിൽ എടുത്ത ഉയരത്തിൽ നിന്നുമുള്ള നെടിയത്തിൻ്റെ കാഴ്ചകൾ. നല്ല വെയിലിൽ ക്ഷേത്രം അങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുന്നു.
5:30 മണിയായി. പൂജാരിയെ കണ്ടില്ല. എൻ്റെ സമാധാനത്തിന് പ്രാർത്ഥിച്ചു. ഇനി മടങ്ങാം. തിരികെ പോകുമ്പോൾ ചെന്നൈയിലേക്കുള്ള ഗതാഗതക്കുരുക്കിനെ ഓർത്തപ്പോൾ എത്രയും പെട്ടെന്ന് മടങ്ങണമെന്ന് തോന്നി. ദൂരക്കാഴ്ചയിൽ പ്രവേശന കവാടത്തിൻ്റെ അകത്തു നിന്നുമുള്ള കാഴ്ചയും മനോഹരം. പ്രവേശന കവാടത്തിൻ്റെ ഇടതുവശത്തുള്ള ഗണപതി പ്രതിഷ്ഠയുടെ മുമ്പിൽ ചെറിയ അടുപ്പിൽ ആ കുടുംബം പൊങ്കാല സമർപ്പിക്കുന്നു. ആരോ ഒരു സ്ത്രീ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശൂലത്തിൽ പാലഭിഷേകം നടത്തുന്നു. തിരികെ വീണ്ടും നഗരി എന്ന ആന്ധ്രാപ്രദേശിലെ ഗ്രാമത്തിലൂടെ ചെന്നൈയിലേക്ക്. വീണ്ടും മറ്റൊരു ക്ഷേത്രത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.